ഓണം ഇങ്ങ് എത്തിപ്പോയി. എല്ലായിടത്തും ഓണാഘോഷങ്ങളൊക്കെയാണ്. ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ? ഫോർ ഓണം സെലിബ്രേഷൻ ഇൻ മൈ ഓഫീസ്. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോഴേ നല്ല ലേറ്റായി. ഒരു 10 മണിക്കെങ്കിലും അവിടെ എത്തണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അത് നടന്നില്ല. താമസിച്ച് എഴുന്നേറ്റത് കൊണ്ട് തന്നെ എൻ്റെ മുഖം ഇരിക്കുന്നത് കണ്ടില്ലേ, വീർത്ത് ചീർത്ത് മത്തങ്ങ പോലെ. ഉറക്കം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന സ്കിൻ കെയറിന് ശേഷം സ്റ്റേസിൻ്റെ ചീക്ക് ടിൻ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആവേശം ഇത്തിരി കൂടിയപ്പോൾ ടിൻഡും ഇത്തിരി കൂടി. പക്ഷെ സാരമില്ല, നമ്മൾ വേറെ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് ബ്ലഷ് അധികം ആവാം. ഞാൻ ചെറിയൊരു ഗ്ലോസി എഫക്റ്റ് ഉള്ള ഒരു ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിട്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പുരികം ത്രെഡ് ചെയ്യാനുള്ള സമയമായെന്നല്ല, അതിക്രമിച്ചു കഴിഞ്ഞു. ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും. സത്യത്തിൽ മടിയാണേ. അപ്പൊ നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഈ കാര്യമായി വരച്ചുകൊണ്ടിരിക്കുന്നത് മാഴ്സിന്റെ ചോക്കോ ബട്ടർ എന്ന ഷെയ്ഡിലുള്ള ലിപ് ലൈനർ ആണ്. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ ആണ്. ഇതിനൊപ്പം ഞാൻ പെയർ ചെയ്യുന്നത് മാഴ്സിന്റെ തന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. കുബ്സൂരജ് കുച്ചുപിടിയാണ് ഷെയ്ഡ്. കുറച്ചു കാലങ്ങളായിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് കോംബോയിൽ ഒന്നാണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ആവുമെന്ന് പറയുമെങ്കിലും എനിക്ക് എന്തോ ചെറുതായിട്ടൊന്ന് വാഷ് ഔട്ട് ആവുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ലിപ് ലൈനറുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഇത് എനിക്ക് അടിപൊളിയാണ് കേട്ടോ. ഇനി കണ്ണെഴുതുന്നത്, എനിക്ക് ആ ക്യാമറയിൽ നോക്കി കണ്ണെഴുതാനുള്ള കഴിവില്ല ഗൈസ്. ഈ ചെറിയൊരു പൊട്ട് വയ്ക്കുന്നതോടുകൂടി നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡൺ ആണ് കേട്ടോ ഗൈസ്. ഇനി കമ്മലിലാണ് കൺഫ്യൂഷൻ. ഈ കമ്മലിടണോ അതോ ഈ ജുമുക്ക ഇടണോ എന്നായിരുന്നു ആദ്യത്തെ എൻ്റെ കൺഫ്യൂഷൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. എൻ്റെ കയ്യിൽ മറ്റൊരു ചെറിയൊരു ജുമുക്ക ഉണ്ടായിരുന്നു, അതിടണോ ആ വലിയ ജുമുക്ക ഇടണോ എന്നായിരുന്നു. അവസാനം ഈ വലിയ ജുമുക്കയിൽ ഉറപ്പിച്ചു. ഓണമൊക്കെ അല്ലേ, ഇച്ചിരി ഓവറാവാം. ഇനി നെക്സ്റ്റ് പാർട്ട് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവളെന്താ ഈ പാൻറ്റും പൊക്കി പിടിച്ചോണ്ടിരിക്കണ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ ഇടയ്ക്കുന്ന കുർത്ത സെറ്റ് എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ പാൻറ്റും ഷോളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. പാൻറ്റിൻ്റെ ഒരു വശം ഇലാസ്റ്റിക്കും ഒരു വശം പട്ടയുമാണ്. ഇതിൻ്റെ ഷോള് ഉണ്ട്, ഒരു രക്ഷയുമില്ല. ഇങ്ങനെ അറ്റത്തായിട്ട് എംബ്രോയിഡറി വർക്കൊക്കെയാണ്. ഇതാണ് എൻ്റെ ടോട്ടൽ ലുക്ക് വരുന്നത് ഈ ഒരു ചുരിദാറിൻ്റെയും. കണ്ടോ, അടിപൊളിയായിട്ടില്ല. ഓണത്തിന് സാരി ഒന്നും ഉടുക്കാൻ ഇഷ്ടമില്ല, എക്സ്പെഷ്യലി എന്നെ പോലെ സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അലങ്കോല പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു യൂബർ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോയത്. ഞാൻ എത്തിയപ്പോൾ അവിടെ ഫാഷൻ ഷോ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഡാൻസും പാട്ടും മേളവും ആയിട്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.